വെൽക്കം ടു അസ്നീസ് വേൾഡ് ഓഫ് സ്റ്റഡി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിറ്റ്മോസ്ഫിയർ ദ വേൾഡ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് മൊഡ്യൂളിലെ എബൌട്ട് ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്റ്റാണ്. ശരൺകുമാർ ലിംബാലെയാണ് ഇതിൻ്റെ ഓഥർ. ശരൺകുമാർ ലിംബാലെ ആരാന്ന് നമുക്കറിയാം. ഔട്ട്കാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നീക്കി നിർത്തപ്പെട്ട ദളിത് കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ ശരൺകുമാർ ലിംബാലെ. അപ്പോൾ ശരൺകുമാർ ലിംബാലെ മഹാരാഷ്ട്രയിലാണ് ജനിച്ചത്. ഒരു ഇന്ത്യൻ ദളിത് റൈറ്ററാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള അക്കാർമഷി അല്ലെങ്കിൽ ദ ഔട്ട്കാസ്റ്റ്. പിന്നെ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് കാസ്റ്റിസം ആൻഡ് പ്രോബ്ലംസ് ഓഫ് ദളിത് ആണ്. ഇദ്ദേഹത്തെക്കുറിച്ചിട്ട് പിന്നെ പറയുകയാണെങ്കിൽ ഈ ദളിത് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ ദളിത് ഈസ്തറ്റിക്സ്, ഇതിലൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ദളിത് ഈസ്തറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദളിതിൻ്റെ സൗന്ദര്യശാസ്ത്രം എന്നൊക്കെ പറയാം. അതായത് ഈ സൊസൈറ്റി നമ്മളെ ദളിത്സിനെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് എതിരായിട്ടൊക്കെ ഇവർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. എബൌട്ട് ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബുക്ക് അതെന്താണ്, നമ്മുടെ ലിംബാലയുടെ തോട്ട്സാണ്. അതായത് എന്താണ് ദളിത് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ക്രിയേറ്റ് അവയർനെസ് എമോങ് പീപ്പിൾ, ഇറ്റ്സ് ഈസ്തറ്റിക് ക്വാളിറ്റി ഇസ് ഡിഫറെൻറ്റ് ഫ്രം ദ ട്രഡീഷണൽ ഈസ്തറ്റിക്സ് ഓഫ് മെയിൻ സ്ട്രീം റൈറ്റേഴ്സ് ആൻഡ് ദി ഈസ്തറ്റിക്സ് അപ്രിഷിയേറ്റഡ് ബൈ ദ മെയിൻ സ്ട്രീം ക്രിറ്റിക്സ്. അപ്പോൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബ്യൂട്ടി ഉണ്ട്. അത് ഈ ട്രഡീഷണൽ ആയിട്ടുള്ളതിൽ നിന്നും ഡിഫറെൻ്റ് ആണ്, ഇതൊക്കെയാണ് പറയുന്നത്. ഇനി ദളിത് ലിറ്ററേച്ചേഴ്സിൻ്റെ ലിറ്റററി വാല്യൂ എന്ന് പറയുന്നത് സോഷ്യൽ വാല്യൂലാണുള്ളത്. ആൻഡ് ലിംബാലെ കൺസിഡർ ദ നോഷൻ ഓഫ് സത്യം, ശിവം ആൻഡ് സുന്ദരം ആസ് എ ഫാബ്രിക്കേഷൻസ് വിച്ച് എനേബിൾ ദ അപ്പർ കാസ്റ്റ് ടു എലിനേറ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റ് ദളിത്. അപ്പോൾ ഈ സത്യം, ശിവം, സുന്ദരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? ട്രൂത്ത്, ഗുഡ്നെസ് ആൻഡ് ബ്യൂട്ടി. അതായത് ദ ഐഡിയൽസ് ഓഫ് ഇന്ത്യൻ എസ്തെറ്റിക്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ തന്നെ ഏറ്റവും മുഖമുദ്ര എന്ന് പറഞ്ഞത് സത്യം, അതുപോലെ തന്നെ ഗുഡ്നെസ്, ബ്യൂട്ടിയാണ്. അപ്പോൾ ലിംബാല പറയുന്നത് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പർ കാസ്റ്റിന് എന്ത് ചെയ്യാനാണ്, ദളിതിനെ മാറ്റി നിർത്താനും അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണിത് എന്നാണ് ലിംബാലെ പറയുന്നത്. ലിംബാലെ പ്രപ്പോസസ് ന്യൂ യാർഡ്സ്റ്റിക്സ് ടു മെഷർ ദ ക്വാളിറ്റി ഓഫ് ദളിത് ലിറ്റററി വർക്ക്. അപ്പോൾ ലിംബാലയെ സംബന്ധിച്ചിടത്തോളം ലിംബാല എന്ത് ചെയ്യുന്നു, പുതിയ മെഷർമെൻറ്റ് വയ്ക്കുകയാണ്. അതായത് എന്താണ് ദളിത് ലിറ്ററേച്ചർ, എന്താണ് ദളിത് ലിറ്റററി വർക്ക്, അതെങ്ങനെ മെഷർ ചെയ്യണം എന്ന് ലിംബാലെ നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ലിംബാലെ സംബന്ധിച്ചിടത്തോളം ഇക്വാളിറ്റി, ലിബേർട്ടി, ജസ്റ്റിസ് ആൻഡ് ഫ്രറ്റേണിറ്റി, അതിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ലിറ്ററേച്ചറിനെ അളക്കേണ്ടത് എന്നൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. By Dalit literature, I mean writing about Dalits by Dalit writers and a Dalit's consciousness. The form of Dalit literature is inherent in its Dalitness, and its purpose is obvious: to inform Dalit society of its slavery and narrate its pain and sufferings in upper caste Hindus. അപ്പോൾ ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയാം. അപ്പോൾ ഈ ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ദളിത്സിനെ കുറിച്ചിട്ട്, അതായത് സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ട അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള തൊട്ടുകൂടായ്മയിലുള്ള അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്ന അവരാണ് ദളിത്സ്. അപ്പോൾ ഈ ദളിത്സിനെ കുറിച്ചിട്ട് എഴുതുന്നതാണ് ദളിത് ലിറ്ററേച്ചർ. ആൻഡ് ദളിത് ലിറ്ററേച്ചർ എഴുതുന്ന ആളുകൾ ആരായിരിക്കും? ദളിത് റൈറ്റേഴ്സ് തന്നെയാണ്. അതായത് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ടിട്ടുള്ള ആളുകളെ കുറിച്ചിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട റൈറ്റേഴ്സ് തന്നെയാണ് പറയുന്നത്. ആൻഡ് പറയുന്നത് എന്താണ്, ദളിത് കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതിലൊരു ദളിത്നെസ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇതിൻ്റെ പേർപ്പസ് എന്താണ്? ദളിത് സൊസൈറ്റീനെ കുറിച്ചിട്ട് പറയുക, അവരുടെ സ്ലേവറീനെ കുറിച്ച് പറയുക, അവരുടെ പെയിൻ വേദനകളെ കുറിച്ച് പറയുന്നു, അവരുടെ സഫറിങ്സ് പറയുന്നു, അപ്പർ കാസ്റ്റ് ഹിന്ദുസ് അവരെ എങ്ങനെയൊക്കെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നൊക്കെ നമുക്കിതിൽ കാണാൻ പറ്റും. ഏതിൽ? ദളിത് ലിറ്ററേച്ചറിൽ കാണാൻ പറ്റും. Is it appropriate to expect pleasure or beauty instead of inspiration for social transformation from a literature that has been written primarily to arouse awareness? അപ്പോൾ പറയുന്നത് ഈ ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സൗന്ദര്യത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലഷറിനെ കുറിച്ചിട്ടോ ഒന്നും വിവരിക്കാൻ പറ്റില്ല. കാരണം അവരവരുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ അവരവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സൗന്ദര്യം അല്ലെങ്കിൽ പ്ലഷർ അതിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ദേ ഡിസ്കസ്ഡ് അബൌട്ട് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അവർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും അതുപോലെ തന്നെ സൊസൈറ്റിയിലേക്ക് അവയർനെസ്സും ഒക്കെയാണ് കൊണ്ടുവരാനായിട്ട് നോക്കുന്നത്. Dalit writers believe that their literature should be analyzed from a sociological perspective focused on social values than on beauty. അപ്പോൾ ദളിത് ലിറ്ററേച്ചേഴ്സ്, അതായത് ദളിത് റൈറ്റേഴ്സ് എഴുതുന്ന കൃതികൾ, അപ്പോൾ അതൊക്കെ എങ്ങനെ വാല്യൂ ചെയ്യുന്നതെന്നാണ് ഈ ദളിത് റൈറ്റേഴ്സ് പറയുന്നത്? അനലൈസ്ഡ് ഫ്രം എ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്, അതായത് ഫോക്കസ്ഡ് ഓൺ സോഷ്യൽ വാല്യൂസ് ദാൻ ബ്യൂട്ടി. സൗന്ദര്യത്തെക്കാളുപരി ഇപ്പോൾ ആ എഴുതിയ വർക്കിന് സൗന്ദര്യമുണ്ടോ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ എന്നതിലുപരി ആ എഴുതിയ വർക്കിൽ പരിശോധിക്കേണ്ടത് സോഷ്യൽ വാല്യൂസ് ആണെന്നാണ് നമ്മുടെ ദളിത് റൈറ്റേഴ്സ് പറയുന്നത്. സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവിൽ, അതായത് സാമൂഹികമായ കാഴ്ചപ്പാടിൽ വേണം നമ്മളതിനെ അനലൈസ് ചെയ്യാനായിട്ട്. An exclusively aesthetic consideration of Dalit literature will discredit the Dalit writer's fundamental role and hence is not acceptable to Dalit writers. Rejecting traditional aesthetics, they insist on the need for a new and distinct aesthetic for their literature, an aesthetic that is life-affirming and realistic. അപ്പോൾ ദളിത് ലിറ്ററേച്ചേഴ്സിന് എന്താണ് പറയുന്നത്? അത് എസ്തെറ്റിക് കൺസിഡറേഷൻ എന്ന് പറയുന്ന സംഭവം അതിലെ റൈറ്റേഴ്സിന് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. ആൻഡ് ദളിത് റൈറ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ട്രഡീഷണൽ എസ്തെറ്റിക്സ്, അതായത് പരമ്പരാഗതമായിട്ടുള്ള ഒരു ബ്യൂട്ടി, അതായത് ഈ സത്യം ജീവൻ സുന്ദരം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ അവർ എതിർക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രഡീഷണൽ എസ്തെറ്റിക്സിന് പകരം നമ്മൾ എന്ത് കൊണ്ടുവരണം? ഒരു പുതിയ തരത്തിലുള്ള ഡിസ്റ്റിങ്ക്റ്റ് എസ്തെറ്റിക്സ് ഫോർ ദെയർ ലിറ്ററേച്ചർ. അവരുടെ ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് സൗന്ദര്യശാസ്ത്രം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. എങ്ങനത്തെ സൗന്ദര്യശാസ്ത്രം? ആൻ എസ്തെറ്റിക് ദാറ്റ് ഈസ് ലൈഫ് അഫേമിങ് ആൻഡ് റിയലിസ്റ്റിക്. അതായത് എങ്ങനത്തെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് അഫേമിങ്, അതായത് ലൈഫിൽ എന്താണ് അഫർമേഷൻ തരുന്നത് അല്ലെങ്കിൽ മോട്ടിവേഷൻ തരുന്നതും അതുപോലെ തന്നെ റിയലിസ്റ്റിക് യാഥാർത്ഥ്യമായിട്ടുള്ള സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ബേസിൽ വേണം അല്ലെങ്കിൽ സൗന്ദര്യ തത്വങ്ങളുടെ ബേസിൽ വേണം ദളിത് ലിറ്ററേച്ചറിനെ അളക്കാനെന്നാണ് റൈറ്റേഴ്സ് പറയുന്നത്. In other words, Dalit writers have demanded different yardsticks for the literary appraisal of their works. അപ്പോൾ ഡിഫറെൻറ്റ് യാർഡ് സ്റ്റിക്സിലൂടെ അളക്കാനായിട്ടാണ് അവർ പറയുന്നത്. It is a firm convention of Dalit writers and critics that if yardsticks change, the concept of aesthetics will change too. അപ്പോൾ പറയുന്നത് നമ്മൾ അളക്കുന്ന ആ ഒരു മാനദണ്ഡം അത് ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കോൺസെപ്റ്റ് തന്നെ ചേഞ്ച് ആവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ യാർഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ, നമ്മൾ താരതമ്യം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡ്സ്. അതായത് ഇപ്പോൾ നമ്മളൊരു രണ്ട് കൃതികൾ താരതമ്യം ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അതിലിങ്ങനെ നോക്കുകയാണ്, ഓക്കെ എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ, റൊമാൻസ് ഉണ്ടോ, അങ്ങനെ നമ്മൾ ഓരോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ എന്താ പറയുക പോയിൻറ്റ്സ് എടുക്കൂലേ, അങ്ങനെയുള്ള പോയിൻറ്റ്സിനെയാണ് ഇവിടെ യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി മെഷർ ചെയ്യുന്ന കമ്പോണൻസ് ആണ്. അപ്പോൾ ഇവിടെ ദളിറ്റ്സ് പറയുന്നത് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ലൈഫ് അഫേമിങ് ആൻഡ് റിയലിസ്റ്റിക് എന്നുള്ള യാർഡ് സ്റ്റിക്കിലൂടെ വേണം ഞങ്ങളുടെ കൃതികളെ അളക്കാനായിട്ട്, അല്ലാണ്ട് ട്രഡീഷണൽ എസ്തെറ്റിക്സ് വെച്ചിട്ട് അളക്കരുത് എന്നാണ് ദളിറ്റ്സ് പറയുന്നത്, ദളിത് റൈറ്റേഴ്സ് പറയുന്നത്. Just as it is inappropriate to tell writers what and how they should write, similarly it would be improper to dictate to critics the kind of criticism they should
practice. It should also be remembered that the same work of art can be analyzed in different ways. This means that just Dalit literature will be analyzed according to the role of Dalit writers, so too criticism will be shaped by the role of the critics. അപ്പോൾ പറയാണ് ഈ റൈറ്റേഴ്സിനോട് വാട്ട് ആൻഡ് ഹൗ ദേ ഷുഡ് റൈറ്റ് എന്ന് പറയാൻ പാടില്ല. അതായത് ഇപ്പോൾ റൈറ്റേഴ്സിനോട് പറയണം നീ ഇന്നത് എഴുതാവൂ, ഇങ്ങനെ എഴുതാൻ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. പറയാനുള്ള റൈറ്റ്സ് ആർക്കും ഇല്ല. അതേപോലെ തന്നെ ക്രിട്ടിക്സിനോടും ഇങ്ങനൊരു രീതിയിൽ തന്നെ നിങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യണം, അല്ലാതെ ഇങ്ങനൊരു രീതിയിൽ തന്നെ നോക്കി കാണണം എന്ന് പറയാനുള്ള റൈറ്റ്സും നമുക്കില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, ദ സെയിം വർക്ക് ഓഫ് ആർട്ട് ക്യാൻ ബി അനലൈസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. അതായത് ഇപ്പോൾ ഞാനൊരു പോം എഴുതിയെങ്കിൽ അപ്പോൾ അതിന് 3 ക്രിട്ടിക്കിന് കൊടുത്തെങ്കിൽ 3 ക്രിട്ടിക്കും ഒരേ രീതിയിലല്ല അത് അനലൈസ് ചെയ്യാം. ഓരോരുത്തരും അവരുടെ മൈൻഡ് സെറ്റും അവരുടെ പേഴ്സ്പെക്റ്റീവും വെച്ചിട്ടൊക്കെയാണ് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എല്ലാവരും എന്ത് ചെയ്യാണ്, ഈ വർക്ക്സൊക്കെ ട്രഡീഷണൽ എസ്തെറ്റിക്സ് വെച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയാണ് നമ്മൾ ക്രിട്ടിക്സിനോട് അങ്ങോട്ട് പറയാൻ പാടില്ല ഇങ്ങനെ ചെയ്യണമെന്ന്, എന്നാലും അതുപോലെ റൈറ്റേഴ്സിനോടും പറയാൻ പാടില്ല ഇങ്ങനെ എഴുതണമെന്ന്. എന്നാൽ ഒരു കാര്യം ആലോചിക്കുക, സെയിം വർക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് വേസിൽ അനലൈസ് ചെയ്യാൻ പറ്റും. This means that just as Dalit literature will be analyzed according to the role of Dalit writers. പറയാണ് ദളിത് റൈറ്റേഴ്സാണ് എഴുതുന്നത്, അപ്പോൾ ദളിത് റൈറ്റിങ്സ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ദളിത് ലിറ്ററേച്ചർ അതിൻ്റെ രീതിയിൽ തന്നെ അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ക്രിട്ടിസിസും അതിനനുസരിച്ച് തന്നെ ആ ഒരു രീതിക്ക് അനുസരിച്ച് തന്നെ പോയി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയനാണ് പറയുന്നത്. Upper caste critics have declared loudly that Dalit literature does not need a separate aesthetics, and that it should be critiqued on the basis of eternal values. അപ്പോൾ ഈ അപ്പർ കാസ്റ്റ് ക്രിട്ടിക്സ്, അതായത് ഹൈ ക്ലാസ്സിലുള്ളവർ, മുൻജാതിക്കാർ, ജാതി എന്ന് തന്നെയാണ് എടുത്ത് പറയുന്നത്, കാസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുൻജാതിയിലുള്ളവർ, അതായത് നമുക്ക് കാസ്റ്റ് സിസ്റ്റമൊക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിൽ തൊട്ടിൽ നിൽക്കുന്ന അവർ, അതിലുള്ള ക്രിട്ടിക്സ് ഡിക്ലെയർഡ് ലൗഡ്ലി അവർ പറയാണ് ദളിത് ലിറ്ററേച്ചറിന് എന്ത് ചെയ്യേണ്ട, ഒരു സെപ്പറേറ്റ് എസ്തെറ്റിക്സ് വെച്ചിട്ടൊന്നും അളക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾക്കിപ്പോൾ ഉള്ള ഈ ഇറ്റേണൽ വാല്യൂസൊക്കെ വെച്ചിട്ട് തന്നെ അതും അനലൈസ് ചെയ്താൽ മതി. But no one has engaged in an aesthetic analysis of Dalit literature after a serious reflection on the entirety of Dalit literature. അപ്പോൾ പറയാണ് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞെങ്കിലും ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഈ ദളിത് ലിറ്ററേച്ചറിൻ്റെ ആ ഒരു എസ്തെറ്റിക് അനലൈസിസ് അധികാരം ചെയ്തിട്ടില്ല. എന്നിട്ട് എപ്പോഴാണ് അത് ചെയ്തു തുടങ്ങിയത്, ഒരു ഭയങ്കര സീരിയസ് റിഫ്ലക്ഷൻ, അതിൻ്റെ എൻറ്ററിറ്റി, ദളിത് ലിറ്ററേച്ചറിൻ്റെ ഒരു കുറച്ചും കൂടി അതൊന്ന് ഫേമസായി വന്നിട്ടൊക്കെയാണ് എന്ത് ചെയ്തിട്ടുള്ളൂ, ആ ഒരു സംഭവം വളരെ കാലങ്ങൾക്ക് ശേഷം മാത്രമേ ഇവരത് അനലൈസ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. In fact, even Dalit literary critics who have discussed the need for a separate aesthetic for Dalit literature have not performed exemplary criticism based on a careful and detailed reading of Dalit literature. exemplary എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവിങ് ആസ് എ ഗുഡ് മോഡൽ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ദളിത് ലിറ്റററി ക്രിട്ടിക്സ്, അതായത് ദളിത് ലിറ്റററി ക്രിട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിതിൻ്റെ ആ ലിറ്ററേച്ചറിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ, വിമർശകർ എന്ന് വേണമെങ്കിൽ പറയാം. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ത്, ഈ നീഡ് ഫോർ സെപ്പറേറ്റ് എസ്തെറ്റിക്സ് ഫോർ ദളിത് ലിറ്ററേച്ചർ, പക്ഷേ ഹാവ് നോട്ട് പെർഫോംഡ് എ ഗുഡ് മോഡൽ ഓഫ് ക്രിറ്റിസിസം based on the careful and detailed reading of Dalit literature. അപ്പോൾ ഈ ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് വിമർശകർ എന്ത് ചെയ്യുന്നുണ്ട്, വിമർശനം നടത്തുമ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ട്, അതായത് അവർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരു സെപ്പറേറ്റ് എസ്തെറ്റിക്സ് ഇതിന് വേണമെന്ന്. പക്ഷേ ആരും തന്നെ എന്ത് ചെയ്തിട്ടില്ല, ഒരു നല്ല രീതിയിലുള്ള ഒരു ക്രിറ്റിസിസം ഈ ദളിത് ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട് കാഴ്ചവെച്ചിട്ടില്ല. അതായത് ആ സെപ്പറേറ്റ് എസ്തെറ്റിക് വെച്ചിട്ട് ആരും തന്നെ ഇതുവരെ ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല.
If an aesthetic consideration of Dalit literature is to be undertaken, it will be necessary to do so in the context of its uniqueness, inspiration, creation, role and features. അപ്പോൾ പറയുന്നത് നമ്മൾ ദളിത് എസ്തെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ദളിത് ലിറ്ററേച്ചറിനെ നമ്മൾ ആ ഒരു എസ്തെറ്റിക് വെച്ചിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യുണീക്നെസ്, അതായത് യുണീക്നെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സവിശേഷതയാണ്, എല്ലാറ്റിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ആ ഒരു സവിശേഷത യുണീക്കാണ്, യുണീക്ക് പീസ് എന്നൊക്കെ പറയും. ദെൻ ഇൻസ്പിരേഷൻ, അത് തന്നെ ഇൻസ്പിരേഷൻ, പിന്നെ അതിൻ്റെ ക്രിയേഷൻ, റോൾ, ഫീച്ചേഴ്സ്, ഇതൊക്കെ നോക്കണം. ദിസ് അവയർനെസ് ഹാസ് എക്സിസ്റ്റഡ് ഫ്രം ദി ഏർലി ഡേയ്സ് ഓഫ് ദളിത് ലിറ്ററേച്ചർ. ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാർട്ടിംഗ് ദിസ് ഡിസ്കഷൻ anew, we need to examine the perception and criticism of Dalit literature expressed until now. Otherwise we will not be able to move forward. അപ്പോൾ പറയാണ് ഇനി കൂടുതൽ പറയുന്നതിന് മുന്നേ ഈ ദളിത് ലിറ്ററേച്ചറിനെ എങ്ങനെയൊക്കെയാണ് അനലൈസ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതറിയാണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ട് പറഞ്ഞു പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Without such a comprehensive analysis encompassing the whole of Dalit literature, Dalit criticism of Dalit literature and Dalit literature itself will not be able to move beyond the parameters within which they are circumscribed. In carrying out this analysis, it must be kept in mind that any aesthetic consideration of Dalit literature must be based on Ambedkar's thoughts and that his literary theory values of embedded in social values. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് കുറച്ച് ഇത് പറഞ്ഞു തരികയാണ്, അതായത് അവയർനെസ് ഓഫ് സംതിങ് ത്രൂ ദി സെൻസസ്. എങ്ങനെയാണ് ഈ ദളിത് ലിറ്ററേച്ചറിനെ അനലൈസ് ചെയ്യേണ്ടതെന്ന് പറയുന്നതിന് മുന്നേ അവരെന്ത് ചെയ്യുന്നു, അംബേദ്കറിൻ്റെ തോട്ട്സ് എന്തൊക്കെയാണ്, അതായത് ലിറ്റററി വാല്യൂസിനെയും അതുപോലെ സോഷ്യൽ വാല്യൂസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ നെക്സ്റ്റ് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അൺട്രൂത്ത്, ഒന്നാമത്തെ കാര്യം അൺട്രൂത്താണ്. വാട്ട് ഈസ് ദ പ്ലേസ് ഓഫ് സത്യം ദാറ്റ് ലീവ്സ് ഓഫ് ദി ദളിറ്റ്സ് ആൻഡ് ദ ആദിവാസി? ഈസ് ദാറ്റ് ട്രൂത്ത് അബൌട്ട് which such pride is expressed and which is concerned triumphant really the truth? അപ്പോൾ ഫസ്റ്റ് ഒന്നാണ് എന്ത്, സത്യം എന്ന് പറയുന്നത്. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ട്രൂത്ത് എന്നാണ് അർത്ഥം, പക്ഷേ ഇവിടെ പറയാണ് അൺട്രൂത്ത്. അൺട്രൂത്താണ് നമുക്ക് ഒന്നാമത്തെ തന്നിരിക്കുന്നത്. അതായത് സത്യം ഈ ദളിതിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ട്രൂത്ത് എക്സ്പ്രസ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പോൾ ശരിക്കും ട്രൂത്ത് എന്താണ്, ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, അടിച്ചമർത്തുന്നു. പക്ഷേ നമുക്ക് ലിറ്റററി വർക്ക്സിലൊക്കെ കാണാൻ പറ്റുന്നത് ട്രൂത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരുന്നത് അൺട്രൂത്താണ്. ട്രഡീഷണൽ എസ്തെറ്റിക്സ് ബേസിൽ it is truth that the Brahman was born from Brahmana's mouth and Shudras from his feet. അപ്പോൾ എന്നിട്ട് ഇവിടെ ഡൗട്ട് ചോദിക്കുകയാണ്, ഇപ്പം നിങ്ങൾ സത്യങ്ങളാണ് വിലയിരുത്തുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം ശരിയാണോ? അതായത് ബ്രാഹ്മൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മയുടെ മൗത്തിൽ നിന്നും ശുദ്ര എന്ന് പറഞ്ഞാൽ കാലിൽ നിന്നും ആണ് ഉണ്ടായത് എന്ന് പറയുന്നത് സത്യമാണോ? Is it truth that one is born a Shudra because of sins committed in a previous life? അപ്പോൾ ചോദിക്കുകയാണ്, ഈ ആളുകൾ മുന്നത്തെ ലൈഫിൽ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഈ ശുദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു താഴ്ന്ന കമ്മ്യൂണിറ്റിയിൽ ജനിച്ചത് എന്ന് പറയുന്നത് സത്യമാണോ? Since there is no truth in any of this, സത്യം should really be അസത്യം. അപ്പോൾ പറയാണ് ഇതിലൊന്നും സത്യമില്ല. അപ്പം ഞാൻ ചോദിച്ച കാര്യങ്ങളൊക്കെ എന്താണ്, അസത്യങ്ങളാണ്, അതിലൊന്നും സത്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ സത്യം എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, അസത്യമല്ലേ? അപ്പം അതുകൊണ്ടാണ് ഇവിടെ അൺട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പം അംബേദ്കറിൻ്റെ തോട്ട്സ്, അംബേദ്കർ ആരാന്ന് നമുക്കറിയാം. അപ്പം അംബേദ്കറിൻ്റെ ഒരു തോട്ട്സ് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ അൺട്രൂത്ത് എന്നാണ് പറയുന്നത്, അതായത് സത്യമായിട്ട് നമുക്ക് കാണിച്ചു തരുന്ന പലതും അസത്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ആണ് അൺഹോളി. Hindu scriptures have deemed the touch, shadow and speeches of Dalit persons as defiled. Food, water and people become impure from the touch of the untouchable. Not only human beings, even God becomes polluted.
separate settlements, river banks and cremation grounds have been arranged for untouchables. അപ്പോൾ അടുത്ത ഒരു സംഭവമാണ് അൺഹോളി. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ അൺടച്ചബിൾസ് നമ്മൾ ഇഷ്ടം പോലെ കാണുന്നതാണത്. അപ്പോൾ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് പ്രകാരം ടച്ച്, ഷാഡോ ആൻഡ് സ്പീച്ച് ഓഫ് ദളിത് പേഴ്സൺ ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് അവർക്ക് സെപ്പറേറ്റ് ഫുഡ്, അവർക്ക് സെപ്പറേറ്റ് വാട്ടർ ആൻഡ് അതുപോലെ തന്നെ ഈവൻ പീപ്പിളിനൊന്ന് ടച്ച് ചെയ്ത് അവർ ഇൻപ്യൂർ ആവുമെന്നാണ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. അപ്പോൾ ഇവരെ അൺടച്ചബിൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. നോട്ട് ഓൺലി ഹ്യൂമൻ ബീങ്സ്, അതായത് മനുഷ്യന്മാർ മാത്രമല്ല ദൈവങ്ങളും എന്താണ് പൊല്യൂട്ടഡ് ആവുന്നു എന്നാണ് ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് പറയുന്നത്. സെപ്പറേറ്റ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് സെറ്റിൽമെൻറ്റ്സ് ആണ്. ഇപ്പോൾ അമ്പലമാണെങ്കിൽ അവർക്ക് വേറെ അമ്പലം, ഇവർക്ക് വേറെ അമ്പലം, അവർക്ക് വേറെ ദൈവം, ഇവർക്ക് വേറെ ദൈവം, അവർക്ക് വേറെ ഫുഡ്, അവർക്ക് എടുക്കാൻ വേറെ സ്ഥലം, അപ്പർ കാസ്റ്റിന് വേറെ സ്ഥലം, അങ്ങനെ സെപ്പറേഷൻസാണ് ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലത്തെ സെപ്പറേറ്റ് റിവർ ബാങ്ക്സ്, അതായത് അവരുടെ വെള്ളം എടുക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു വെള്ളം എടുക്കാൻ പാടില്ല. ക്രിമേഷൻ ഗ്രൗണ്ട്സ് എല്ലാം സെപ്പറേറ്റ് ആണ്. അൺടച്ചബിൾസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ എന്താണ് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അൺഹോളി എന്ന് കൊണ്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഹ്യൂമൻ ബീങ്സ് ആർ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഹ്യൂമൻ, ദിസ് ഇസ് സത്യം. അപ്പോൾ ലിംബാലെ പറയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, അതായത് ട്രഡീഷണൽ എസ്തെറ്റിക്സിൽ പറഞ്ഞതൊക്കെ അസത്യമാണ്. എന്നിട്ട് സത്യം പറയാണ്, ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ആദ്യം ഒടുക്കും ഒക്കെ ഒരൊറ്റ ഇതുള്ളൂ ഹ്യൂമൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മാത്രം, അതിൽ സെപ്പറേഷനൊന്നുമില്ല, അതാണ് സത്യം. ദ ലിബറേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഈസ് ശിവം. അപ്പോൾ അടുത്തത് ഗുഡ്നെസ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗുഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദ ലിബറേഷൻ ഓഫ് ഹ്യൂമൻ ബീയിങ്സ് എന്നാണ് പറയുന്നത്. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ടെക്സ്റ്റിൽ. അപ്പോൾ ലിബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു മുക്തി കിട്ടുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അതാണ് ശിവം എന്ന് പറഞ്ഞേക്കുന്നത്. ദെൻ ഹ്യൂമാനിറ്റി ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ഈസ് സുന്ദരം. അപ്പോൾ നമ്മൾ നെക്സ്റ്റാണ് ബ്യൂട്ടി. ഇപ്പോൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കുമുള്ള ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം, അതായത് നമ്മുടെ ഹ്യൂമാനിറ്റി, മനുഷ്യത്വം, അതാണ് നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഈ മൂന്നെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. There is no truth and beauty in the world comparable to that which is found in human beings. അപ്പോൾ പറയാണ് ഇതാണ് ശരിക്കുള്ള സത്യം, ശിവം, സുന്ദരം. ഇത് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അതുപോലെ തന്നെ ഇതിനോട് കമ്പയർ ചെയ്യാൻ മാത്രമുള്ള വേറെ ഒന്നും തന്നെ ഈ ലോകത്തില്ല. Therefore, it is essential to discuss the equality, liberty, justice and fraternity of human beings. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ് ആൻഡ് ഫ്രട്ടേണിറ്റി, മനുഷ്യൻ്റെ സമത്വം, സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ ബേസിലാണ് ഇനി ലിറ്റററി വർക്ക്സിനൊക്കെ കൺസിഡർ ചെയ്യേണ്ടത്. In my opinion, that discussion will be discussion of the aesthetics of Dalit literature. അപ്പോൾ ലിംബാലെ പറയാണ് ഇതിങ്ങനെ ഈ ഇക്വാലിറ്റി, ലിബർട്ടി, ജസ്റ്റിസ്, ഫ്രട്ടേണിറ്റി അതിൻ്റെയൊക്കെ പേരിലുള്ള ആ ഒരു ഡിസ്കഷൻ എന്ത് ചെയ്യും, എപ്പോഴും ഡിസ്കഷൻ മാത്രമായിട്ട് ഒതുങ്ങി പോകുമെന്നാണ് തോന്നുന്നത്. അതായത് എസ്തെറ്റിക്സ് ഓഫ് ദളിത് ലിറ്ററേച്ചറിൽ ഡിസ്കഷൻ മാത്രമായിട്ട് ഇത് അവസാനിക്കുമെന്നാണ് നമ്മുടെ ലിംബാലയ്ക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.